ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. അന്തർ സംസ്ഥാന യാത്രയൊരുക്കി KSRTC ബജറ്റ് ടൂറിസം സെൽ. 3 രാത്രിയും 2 പകലുമുള്ള ഗോവയിലേക്കുള്ള യാത്രയാണ് ഇതിൽ പ്രധാന ആകർഷണം. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലേക്ക് നടത്തിയ പരീക്ഷണ യാത്രകളുടെ വിജയത്തെ തുടർന്നാണ് KSRTC ഗോവ ടൂർ പാക്കേജ് ആരംഭിക്കുന്നത്. ഗോവയിലെ ബീച്ചുകളും ചരിത്ര സ്മാരകങ്ങളും രാത്രി ജീവിതവും ഗോവൻ ഭക്ഷണവും ആസ്വദിക്കാവുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോവ. അതുകൊണ്ടുതന്നെ ഈ പാക്കേജിന് മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ദൂരയാത്രകൾക്കായി ഉപയോഗിക്കുന്ന സൂപ്പർ ഡീലക്സ് ബസ്സുകളാകും ഗോവയിലേക്കുള്ള യാത്രയ്ക്കും ഉപയോഗിക്കുക. കാസർഗോഡ് വരെ KSRTC ബസ്സിലും അവിടെ നിന്ന് ഗോവ വരെ സ്വകാര്യ ആഡംബര AC ബസ്സിലുമാകും യാത്ര. താമസത്തിന് മികച്ച ഹോട്ടലുകളും KSRTC ഒരുക്കും. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ചേർന്നാണ് പദ്ധതി. യാത്രാനിരക്ക് തീരുമാനിച്ചിട്ടില്ല. എല്ലാ ഡിപ്പോകളിൽ നിന്നും യാത്രയുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ സിവിജിൽ സുവിധ ആപ്പുകൾ സജീവമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനും നടപടിക്രമങ്ങൾ എളുപ്പമാക്കാനും ആപ്പുകൾ വഴി സാധിക്കും. തിരഞ്ഞെടുപ്പിനിടെ നടക്കുന്ന നിയമലംഘനങ്ങൾ സിവിജിൽ ആപ്പിലൂടെ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പരാതിക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പോസ്റ്ററിന്റെയും ബാനറിന്റെയും ഒക്കെ ഫോട്ടോ എടുത്ത് കുറിപ്പും തയ്യാറാക്കി ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആർക്കും പരാതി അറിയിക്കാവുന്നതാണ്. പരാതി ലഭിച്ചാൽ 60 മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിക്കും. പ്രധാനമായും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ് സുവിധ ആപ്പ് ഗുണം ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട അനുമതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് സുവിധ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. റാലി, പൊതുയോഗം, റോഡ് ഷോ എന്നിവ സംഘടിപ്പിക്കാൻ പോലീസ് അനുമതി, ഗ്രൗണ്ട് അനുമതി, ശബ്ദ സംവിധാനത്തിന് അനുമതി തുടങ്ങിയവ ഇതുവഴി ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ധർമ്മടത്ത് 3ാം അംഗത്തിനൊരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 11 മണിയോടെ തലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി റിട്ടേണിംഗ് ഓഫീസർ സച്ചിൻ കൃഷ്ണയ്ക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ധർമ്മടം മണ്ഡലത്തിലെ ആദ്യത്തെ പത്രികാ സമർപ്പണം നടത്തിയത് പിണറായി വിജയനാണ്. പിണറായിയിലെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തെ പാണ്ഡ്യാല മുക്കിൽ നിന്ന് വാഹന പ്രചാരണമായി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി പത്രിക സമർപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും വാഹന പ്രചാരണം ഒഴിവാക്കി. ധർമ്മടം മണ്ഡലത്തിൽ 3ാം തവണയാണ് പിണറായി മത്സരിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം കൂത്തുപറമ്പിൽ 3 തവണയും തളിപ്പറമ്പിൽ 1 തവണയും മത്സരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VP അബ്ദുൾ റഷീദാണ് ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥി. BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്ത് NDA സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ ജനവിധി തേടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. LPG സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് മുതലെടുത്ത് സൈബർ തട്ടിപ്പുകൾ സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിന്റെയും ബിൽ അപ്ഡേഷന്റെയും പേര് പറഞ്ഞാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉപഭോക്താക്കളെ വലയിലാക്കുന്നത്. പാചകവാതകക്ഷാമം രൂക്ഷമായതോടെ ഇതിന്റെ മറവിൽ സൈബർ തട്ടിപ്പുകൾ സജീവമാകുന്നതായാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ആദ്യം മൊബൈൽ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് സന്ദേശം വരും. തുടർന്ന് വാട്സാപ്പ് വഴി ബന്ധപ്പെടുന്ന തട്ടിപ്പുകാർ ഗ്യാസ് ബിൽ അപ്ഡേറ്റ് APK എന്ന പേരിലുള്ള ഒരു ഫയൽ അയച്ചുതരും. ഗ്യാസ് ബുക്കിംഗ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനോ കുടിശ്ശിക തീർക്കാനോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. ഈ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈവശമാകും. ഇതിലൂടെ ഫോണിലുള്ള ബാങ്ക് വിവരങ്ങളും UPI പിൻ നമ്പറുകളും ചോർത്തുകയും ഉപഭോക്താവ് അറിയാതെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാവുകയും ചെയ്യും. വാട്സാപ്പ് വഴിയോ SMS വഴിയോ ലഭിക്കുന്ന APK ഫയലുകൾ യാതൊരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്നും ഫോണിൽ വരുന്ന അപരിചിത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സിലിണ്ടർ ബുക്കിംഗിനും പേയ്മെന്റിനുമായി ഗ്യാസ് ഏജൻസികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്പുകളോ മാത്രം ഉപയോഗിക്കുക. അടിയന്തര സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പരിഭ്രാന്തരാകാതെ അതിന്റെ സത്യാവസ്ഥ നേരിട്ട് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തുക. ബാങ്ക് വിവരങ്ങളോ പാസ്വേഡുകളോ അപരിചിതമായ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ നൽകരുത്. സൈബർ തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.